കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ. നമ്മൾ ശ്രേഷ്ഠമായ 2 ഭാഗങ്ങൾ വായിച്ചു നിർത്തി. പഠിച്ചു നിർത്തി എന്ന് പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ, കേൾക്കുന്നില്ലേ? ഉണ്ട് ഉണ്ട് പ്രഭു. അപ്പം നമ്മൾ കഴിഞ്ഞ 2 ശ്രേഷ്ഠമായ ഭാഗങ്ങൾ വായിച്ചു നിർത്തി. പഠിച്ചു നിർത്തി എന്ന് പറയാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. ഇല്ല, വായിച്ചു നിർത്തിയതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. അതെന്തേ? അതെന്തുകൊണ്ട് നമുക്ക് ഹരേ കൃഷ്ണ എന്തുകൊണ്ട് നമുക്ക് പഠിച്ചു നിർത്തി എന്ന് പറയാൻ പറ്റുന്നില്ല? വായന ഒരു പഠനം തന്നെയാണ്. നമ്മൾ എളിമ കൊണ്ട് പറയണ്ട. നമ്മൾ എന്താണോ വായിക്കുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ അത് മനസ്സിൽ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഹൃദിസ്ഥമാകും. ആ ഹൃദിസ്ഥമാകുന്നതിനനുസരിച്ചിട്ട് എവിടെയെങ്കിലും ആ ഒരു മനസ്സിൻ്റെ കോണിൽ ഒരു ചെറിയൊരു സ്പാർക്കിങ് നമുക്കുണ്ടാവും. ഒരിക്കലും ഉണ്ടാകാതിരിക്കത്തില്ല. ആ സ്പാർക്കിങ് അങ്ങനെ കിടക്കും. ഇന്നല്ലേ നാളെ അത് പരിപൂർണമായി പരിപക്വമായ ഒരവസ്ഥയിലെത്തും. ശരി, കഴിഞ്ഞ ദിവസങ്ങൾ നല്ല ശ്രേഷ്ഠമായ ദിവസം. എന്തായിരുന്നു ശ്രേഷ്ഠമായ ദിവസം? എന്തായിരുന്നു കാര്യം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം? പല പ്രാവശ്യം ആ ഉത്സവത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ടായിരുന്നു അല്ലേ? അതെ അതെ പ്രഭു. എത്ര പേര് പങ്കെടുത്തു? ഞാൻ പങ്കെടുത്തു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, വളരെ സന്തോഷം. കഴിവതും എല്ലാവരും ഇത്തരം ശുഭമുഹൂർത്തങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കണം. കാര്യം ഇതെല്ലാം നമുക്ക് ഈ ഭൗതിക ജീവിതത്തിൽ വീണ് കിട്ടുന്ന അവസരങ്ങളാണ്. ക്ലാസിന്റെ പ്രശ്നമുണ്ട് പ്രഭു, അതുകൊണ്ടാ. അതെ, ക്ലാസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ ജനാർദ്ദന സ്വാമിയുടെ ആറാട്ടായിരുന്നു. ഓക്കെ, ശരി. ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ 2 ഭാഗങ്ങൾ വായിച്ചതിലൂടെ ശ്രേഷ്ഠനായ സുധാമ ബ്രാഹ്മണൻ ഭഗവാനെ കാണാൻ പോകുന്നതും അത് എങ്ങനെ പോകുന്നു ഒരിക്കലും മറക്കാൻ പാടില്ല. സുധാമയുടെ പതിവ്രതയായ പത്നിയുടെ അചഞ്ചലമായ വിശ്വാസപ്രകാരം പോകുന്നു. ഇതൊരിക്കലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിപൂർണത വരത്തില്ല. ആ ദൃഢതമമായ വിശ്വാസത്തിന്റെ മുന്നിലാണ് ബാക്കിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായത്. അങ്ങനെ തിരിച്ച് അനുഗ്രഹവും വാങ്ങിച്ചു വരുന്ന 2-ാമത്തെ ഭാഗവും വായിച്ചപ്പോൾ 1-2 പേരെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ കൊള്ളാം. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ റിയലൈസേഷൻ ഇതിലൂടെ? വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി. പറ്റൂ? ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞേട്ടാ. എന്റെ മനസ്സിൽ പറയുന്നത്, എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഭഗവാനെ ഒരിക്കലും മറക്കരുത്. ആ ദരിദ്രത്തിലാണേലും സമ്പത്ത് ഉള്ളപ്പോഴാണേലും നമ്മൾ എപ്പോഴും ഭഗവാനെ മുറുകെ പിടിക്കുക. ഉം. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ ഭഗവാൻ തരും, മനഃശക്തി ഏക- തരും. ഉം. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും. ഏകാന്തയ പ്രതിജാനീഹി നമേ ഭക്തിയാ പ്രണശ്യതി. ഒരിക്കലും എൻ്റെ ഭക്തിന് നാശം സംഭവിക്കില്ല എന്ന അചഞ്ചലമായ വിശ്വാസം. ആ വാക്കുകൾ. ഉം. പിന്നെ ഇനി താങ്ക് യു മാതാജി. അടുത്തത്. ഭഗവാൻ പ്രിയ സേവകരോട് എപ്പോഴും ആ കരുണയുള്ള ആളായിരിക്കും. ആ അതെ. തീർച്ചയായിട്ടും ഭഗവാന്റെ സേവരോട് എപ്പോഴും
ആ ഭഗവാൻ ബദ്ധാത്മാവാണെങ്കിലും അല്ലെങ്കിലും എന്നാൽ അതേസമയം ഭഗവാൻ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആരുമായിട്ട്? ഭക്തന്മാരാൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഉം. ഭഗവാന്റെ ഭക്തരുടെ മനസ്സിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ആ ഭഗവാന്റെ ഭക്തരുടെ മനസ്സിൽ ഭഗവാൻ കുടികൊള്ളുന്നു. ആ എങ്ങനെ? എന്തുകൊണ്ട് ഭക്തരുടെ മനസ്സിൽ? ഞാൻ വൈകുണ്ഠത്തിലില്ല, ആ, ഞാൻ യോഗിമാരുടെ ഹൃദയത്തിലില്ല. ഇല്ല. ഉം. പക്ഷേ നാരദ, ഞാൻ എവിടെ ഉണ്ടാവും? ഭക്തരുടെ മനസ്സിൽ ആ എങ്ങനെ? എന്തുകൊണ്ടാ? ഭഗവാനിനെ യദ്ഗായന്തി, എന്റെ കീർത്തനം പാടുന്നവരിൽ. ആ എവിടെ ഞാൻ നിവസിക്കുന്നത്? അതുകൊണ്ടാ ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരാൾ ഭക്തൻ അല്ലെങ്കിൽ ഇഷ്ടം, സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ ഏറ്റവും അങ്ങേ അറ്റത്തെ ആ ഉപരിതലമാണ് ഭക്തി എന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ. സ്നേഹം എന്ന് തുടങ്ങുമ്പോഴേ ഒരാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. പ്രേമമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അവർക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങ് മരിക്കുകയും ചെയ്യും. അല്ലേ 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 അപ്പം അതിലും ഉപരിയായിട്ടുള്ള ഒരു അതിലുപരിയാണ് പണമിട തൂക്കം മുന്നിലുള്ളതാണ് ഭക്തി എന്ന സ്നേഹമുള്ളത്. അപ്പോൾ എന്താ? നമുക്ക് ഊണിലും ഉറക്കത്തിലും എല്ലായ്പ്പോഴും ഭഗവാന്റെ നാമം നമ്മുടെ നാവിലും നമ്മുടെ മനസ്സിലും നമ്മുടെ അംഗങ്ങളിൽ ഉണ്ടാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ താങ്ക് യു. കൃഷ്ണ പ്രഭുജി. ആ ഹരേ കൃഷ്ണ. നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആ അപ്പോ ഭഗവാൻ ഒരൊറ്റ ലക്ഷ്യമേ നമ്മളെല്ലാവരും ഭഗവാനിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഭഗവാനുള്ളൂ. അപ്പോ അതിന് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം, അതായത് ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതാണ് ഭഗവാന്റെ ലക്ഷ്യം. നമ്മൾ ഓരോ ജീവാത്മാക്കളെയും ഭഗവാനിലേക്ക് എത്തിക്കണം. അതാണ് ഭഗവാൻ ഒരിക്കലും നമ്മളോട് ഒരു വിധത്തിലുള്ള പരാതിയോ പരിഭവോ ഒന്നും ഇല്ല ഭഗവാന്. നമ്മളെല്ലാവരും ഭഗവാനിലേക്ക് എത്തണം. അതാണ് ഭഗവാന്റെ ലക്ഷ്യം. അതിന് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ആത്മാർത്ഥതയോടുകൂടി നിഷ്കാമമായി ഭജിച്ച് ഭഗവാനിലേക്ക് എത്താൻ എല്ലാവരും ശ്രമിക്കുക. അതാണ് പ്രധാനമായ ഒരു തത്വം. ഹരേ കൃഷ്ണ. നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ് എന്ന് മാത്രമല്ല, ഭഗവാന്റെ മക്കളാണെന്ന് മാത്രമല്ല, നമ്മളെല്ലാം വന്നത് നമ്മുടെ ഒറിജിനൽ വസതി, സ്വവസതി എന്ന് പറയുന്നത് ഗോലോക വൃന്ദാവനമാണ്. അതിലേക്കാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത് എന്നുള്ള തിരിച്ചറിവ്. തദ്ഭാസയതേ സൂര്യു ന ശശാങ്കോ ന പാവക യത് ഗത്വാ ന നിവർത്തന്തി തദ്ധാമ പരമം മമഹ. ഒരു വചക മറന്നു, ധാമ പരമം മമ. ആ ഭഗവാന്റെ ആവാസം 18-ാം അധ്യായത്തിൽ 65 മുതൽ 69 വരെയുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ പ്രസ്താവിക്കുകയാണ്. പ്രസ്താവനയാണ് ഭഗവാന്റെ സ്റ്റേറ്റ്മെൻ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് പിന്നെ അപ്പീലില്ല, അതിനപ്പുറത്തോട്ട് അപ്പീലില്ല, മാറ്റി പറയാൻ പറ്റത്തില്ല. ഞാൻ വാക്കു തരുന്നു ഒന്നല്ല, പ്രസ്താവിക്കുന്നു. അപ്പോൾ ഈ പ്രകൃതിയെല്ലാം മാതാജി പറയുന്നത് അധ്യക്ഷേണ പ്രകൃതി എല്ലാം ഭഗവാന്റെ അധ്യക്ഷതയിലാണ്, ചലിക്കുന്നതും ചലിക്കാതിരിക്കുന്നതും എല്ലാം എന്നുള്ള ആ ഒരു റിയലൈസേഷൻ. അധ്യക്ഷേണ പ്രകൃതി സൂയതി സചരാചരം ഹേതു ജ്ഞാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. അടുത്തത് വന്നാട്ടെ. ഭക്തന്മാർ പ്രേമത്തോട് നൽകുന്ന ഏത് ചെറിയ ഉപകാരമായാലും അത് മഹത്തരമായിട്ട് ഭഗവാൻ കാണുന്നു. എന്നാൽ മറ്റവർ കൊടുക്കുന്ന എത്ര വലിയ ഇതാണേലും അതിനെ അത്ര പ്രീതിപ്പെടുത്തുകയില്ല ഭഗവാൻ. ഹരേ കൃഷ്ണ. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രേക്ഷതി തദഹം ഭക്തി ഉപകൃതം അശ്നാമി പ്രേതാത്മ. ഇതെല്ലാം ചോദിക്കേണ്ട സമയം പോകുന്നതുകൊണ്ട് ചോദിക്കാൻ നിൽക്കുന്നില്ല. ഹരേ കൃഷ്ണ. അടുത്ത ഹരേ കൃഷ്ണ പ്രഭുജി. പറഞ്ഞാട്ടെ. അചഞ്ചലമായ ഒരു ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനിലെത്താനും ഭഗവാനെ സ്നേഹിക്കാനും കഴിയുള്ളൂ.
ആ ദൃഢമായ വിശ്വാസവും ദൃഢമായ ഭക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭഗവാനിലേക്ക് നമ്മൾ ഭഗവാന് നമ്മളുടേതായ ഒന്നും വേണ്ട. പക്ഷെ ഭഗവാൻ ആഗ്രഹിക്കുന്നു ഭക്തിയുള്ള ഒരു ഭക്തന്മാരിലാണ് ഭഗവാന്റെ ഇരിപ്പിടം. ഭക്തന് ഒന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഭഗവാൻ കണ്ടറിഞ്ഞ് നമ്മൾക്ക് തരും. അത് സുധാമാവ് അതിനൊരു ഉദാഹരണമാണ്. ഭഗവാനോട് എങ്ങനെ ഞാൻ എന്ന് ചെന്ന് ചോദിക്കും എന്ന് പത്നി പറഞ്ഞു വിട്ടപ്പോഴും അത് മറന്നുപോയി കുജല. എങ്ങനെ ഞാൻ അവിടെ ചെന്ന് ചോദിക്കുന്നു? പക്ഷെ ഭഗവാനോട് അതൊന്നും ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. ആ ഭക്തിപൂർവമായ ആ ഉപഹാരം കാണിക്കാതെ തന്നെ ഭഗവാൻ കണ്ടറിഞ്ഞ് വാങ്ങിച്ചു, സ്വീകരിച്ചു. ആ പത്നിയിൽ അവർക്കുള്ള എല്ലാം ഭഗവാൻ കൊടുക്കുകയും ചെയ്തു. പഴയതായ ആ കടം വീട്ടിയതാണ് അതെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാരണം ഗുരു പത്നി കൊടുത്തുവിട്ട ആ ഉപഹാരം അവല് ഭഗവാനും കൂടെ കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിച്ചതിന്റെ ആ ഒരു അത് എനിക്ക് അറിവ് കിട്ടിയതിന്റെ പേരിൽ പറയാണ്, തെറ്റാണോ ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. ആ അവല് ഒറ്റയ്ക്ക് കഴിച്ചതിന്റെ ആ ഫലമാണ് അനുഭവിച്ചത് എന്നുള്ളതും കൂടി നമ്മൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷെ ഭഗവാൻ അതൊന്നും ആവശ്യമില്ല. ഭഗവാന് എല്ലാം ഭഗവാന്റെ അടുത്തുണ്ട്. ഭഗവാൻ എല്ലാം കണ്ടറിയാം. ഭഗവാന് ഭക്തി മാത്രമേ ആവശ്യമുള്ളൂ. ആ ഭഗവാനിലേക്ക് എത്താൻ നമുക്ക് അചഞ്ചലമായ ദൃഢവിശ്വാസമായ ഒന്നും ആവശ്യമില്ല. ഒരു ജലമോ പൂവോ ഇലയോ മാത്രം മതി ഭഗവാന്. അതും നല്ല ഭക്തിയോടുകൂടെ പ്രേമഭക്തിയോടുകൂടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഭഗവാൻ അത് ഇഷ്ടത്തോടെ സ്വീകരിക്കും. ആ ഭഗവാനിലേക്ക് ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ആ നാമം ജപിക്കുക മാത്രം മതി. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ യുഗതലം ഹലോ നാസ്യോ നാസ്യോ ഗതിറന്യത. നമ്മൾക്ക് ഈ കലിയുഗത്തിൽ ഈ ഒരു നാമത്തിന് മാത്രമാണ്, മറ്റൊരു ഗതിയുമില്ല. അതുകൊണ്ട് നമ്മൾ അചഞ്ചലമായ ഭക്തിയും ഈ നാമജപവും മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി ഭഗവാനിൽ നമുക്ക് പ്രാപിക്കാൻ കഴിയും. അത് നമുക്ക് സുധാമയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഭഗവാന് ഒന്നും ആവശ്യപ്പെടാതെ തന്നെ ഭഗവാൻ നിറയെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു വിളിക്ക്, ഒറ്റ വിളിക്ക് ഇത്ര കാരുണ്യം കാട്ടുകയും മറ്റും വിളിക്കുന്നവർക്ക് എന്ത് ഭാഗ്യം. ഒരു വിളി വിളിക്കുമ്പോൾ തന്നെ ഭഗവാൻ നമ്മിലേക്ക് അടുക്കുന്നു. അത് ആ ഭക്തിയോടുകൂടെ, അചഞ്ചലമായ ഭക്തിയോട് ദൃഢവിശ്വാസത്തോടു കൂടി ആയിരിക്കണം എന്ന് മാത്രം. നമ്മൾ മറ്റൊരാളെ ബോധിപ്പിക്കാനോ മറ്റൊരാളുടെ ആവശ്യങ്ങൾക്കോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഭഗവാനെ മാത്രം ഭാവിച്ചെങ്കിൽ മാത്രമേ ഭഗവാനിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമിഹം. അന്യചിന്തയില്ലാതെ സർവകർമ്മൻ പരിത്യജമാമേകം പറഞ്ഞു. ശരണം തം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാം സുജാ. അത് ഭഗവാന്റെ കഠിനമായ ഭക്തിക്കുള്ള ഒരു മാർഗം കൂടിയാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ പറഞ്ഞാട്ട് കൃഷ്ണ വന്നതില്ലേ? പ്രഭു. സതീർത്ഥരെ നമ്മൾ ഒരുമിച്ച് അവരെയൊക്കെ നാം എങ്ങനെ കാണണം, അതും കൂടി ഭഗവാന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ഭഗവാൻ. അത് നമ്മളെ പോലെ തന്നെയാണ് കാണേണ്ടത്. എപ്പോഴായിരുന്നാലും നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോൾ അവരെ മറന്നുപോകും, അല്ലെങ്കിൽ അവരൊരു മത്സര ബുദ്ധി, ഇതൊന്നും പാടില്ല. ഇതൊക്കെയാണ് ഭഗവാൻ എങ്ങനെ ഒരു തന്റെ അതിഥിയെ എങ്ങനെ സ്വീകരിക്കണം, കൂടെ പഠിച്ചവരെ പതീർത്ഥരെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒരു മോറൽ സൈഡ് കൂടി ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സന്തോഷം. ഹരേ കൃഷ്ണ. നമ്മൾ എത്ര ഉന്നതിയിലെത്തുമ്പോഴും ഒരു വൈഷ്ണവന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം പരദുഃഖദുഃഖിയാണ്. എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുതന്നെയാണ് ശ്രീലപ്രഭുപാദർ ഓരോ ക്ഷേത്രം നിർമ്മിക്കുമ്പോഴും ഉണ്ടാകുന്നത്. ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ആ ക്ഷേത്രത്തിന് ചുറ്റും മിനിമം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഒരിക്കലും ഒരാൾ പ്രയാസപ്പെടാൻ പാടില്ല. ഒരു മനുഷ്യന് ആവശ്യമായത് ആഹാരം, വസ്ത്രം, പാർപ്പിടം. അതിലേറ്റവും ശ്രേഷ്ഠമായ ഒന്നതാണ് പ്രസാദ വിതരണം എന്ന് പറയുന്നത്. ആ പ്രസാദം കൊണ്ടാണ് ഒരുവൻ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്. എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. ഇന്നലെ ഒരു പയ്യനാണ്, ജോലി തേടി വന്നിരിക്കുന്നതാണ്. പ്രസാദം കഴിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, പ്രഭുജി, എനിക്ക്
ഇത് കഴിച്ചതിന് ശേഷം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ തോന്നുന്നു. എന്തോ മനസ്സിലിങ്ങനെ വരുന്നു. ആ സാധാരണഗതിയിൽ അദ്ദേഹം വളരെ സാധാരണമായിട്ടാണ് കഴിക്കാറുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് പ്രസാദം കഴിക്കാൻ കിട്ടി. ആ ഒരു പ്രസാദം കൊണ്ട് നമ്മുടെ ശരീരത്തിന്, മനസ്സിന് നമ്മൾ അറിയാതെ ഒരു മാറ്റം സംഭവിക്കും. അതുകൊണ്ടാണ് കൃത്യമായും ഗൃഹസ്ഥർ ഭഗവാന് നിവേദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്നത്. കലിയുഗത്തിൽ അത്രയേറെ കൽമഷങ്ങൾ, ഭൗതികമായ വിഷങ്ങൾ കലർന്നിട്ടുണ്ട്. അത് ആഹാരത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരികയും ശരീരത്തിന് അതിനനുസരിച്ചിട്ടുള്ള വിഷാംശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആ വിഷാംശങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് ഒരു ഫിൽട്ടറിംഗ് പ്രോസസ്സിന് പ്രസാദം കഴിച്ചേ മതിയാവൂ. പ്രസാദേ സർവ്വദുഃഖാന, എല്ലാ ദുഃഖങ്ങളും പ്രസാദം കൊണ്ട് മാത്രമേ മാറുകയുള്ളൂ. ഹരേ കൃഷ്ണ. ആ അടുത്തത് വന്നാട്ടെ. എല്ലാം ഓരോ റിയലൈസേഷനാണ്. അടുത്തത് സാധാരണ ഭാഗവതം വായിക്കാറുണ്ട്. ഒരു പ്രഭു ഉണ്ടായിരുന്നല്ലോ, ആ പ്രഭു ഇല്ല ഇവിടെ. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കാൻ? ഇത്രയൊക്കെ ഉള്ളോ? പ്രഭുജി, ആ പറഞ്ഞേട്ടാ. നാമജപം കൊണ്ട് നമ്മൾ കോടാനുകോടി വർഷങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപങ്ങളും ഇല്ലാതാകും. തീർച്ചയായിട്ടും, ശരിയല്ലേ? തീർച്ചയായിട്ടും. ഭഗവാന്റെ നാമം ജപിക്കാൻ നമുക്ക് ആ രക്ഷപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ആ നാമം ജപിക്കാൻ, നമുക്ക് ആ മന്ത്രം നമുക്ക് വന്നു ചേരുന്നത്. അതാണ് അതിൻ്റെ റിയലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കരുത്. തീർച്ചയായിട്ടും പ്രഭു. ഹരേ കൃഷ്ണ. പിന്നെ വഞ്ചാകൽപതരൂപിച്ച് കൃപ. ആ പറഞ്ഞേട്ടെ. ആ മായയാണ് എല്ലാത്തിനും കാരണം. ഓരോരുത്തരെയും ഓരോ വിഷയസുഖങ്ങളിൽ നിന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും പിന്നെയും അവരുടെ മനസ്സങ്ങനെ പറയും അതിലേക്ക് ഇനിയും വേണമെന്ന് തോന്നല്. അങ്ങനെ അറിയാണ്ടങ്ങനെ ആണ് നമ്മളെ പാപത്തിലോട്ടൊക്കെ എങ്ങനെ പോകുന്നത്. തീർച്ചയായിട്ടും മായ നാരദ മഹർഷി അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, മായയുടെ ആ ഒരു ഇത് പരമാനന്ദം എന്താണെന്നുള്ളതും എല്ലാം. തീർച്ചയായിട്ടും. താങ്ക് യു മാതാജി. അപ്പം ഈ മായയിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടാൻ ഒരേ ഒരു മരുന്നേ ഉള്ളൂ. നേരത്തെ മനോഹരം പ്രഭു പറഞ്ഞതിൻ്റെ കൂട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കാം. ഈ നാമം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു നമ്മളെ രക്ഷപ്പെടുത്താന്നുള്ളത്. അല്ലേ? ആണോ അല്ലേ? അതെ അതെ. ആ ഒരു ദൃഢമായ വിശ്വാസം നമുക്ക് വേണം. ഭഗവാൻ ഏതാണ്ട് ലിസ്റ്റിൽ പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനനുസരിച്ചിട്ട് നമുക്ക് ഭഗവാനെ അതിനനുകൂലമാക്കി എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ പറയുന്നതിൻ്റെ തൊട്ട് സാധാരണഗതിയിൽ ജോലി പ്രൊമോഷൻ വേണമെങ്കിൽ ഞങ്ങളിവിടെ പറയും ചമച്ച അടിക്കാൻ പറയും. എന്ന് പറഞ്ഞതുപോലെ ഭഗവാനെ നമ്മൾ നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് നിർത്തണം എന്നർത്ഥം. എന്തേ വേണ്ടേ? ഇത്രയേ ഉള്ളൂ. PSC ലിസ്റ്റിൽ പറയുന്നതിൻ്റെ കൂട്ടാ നമ്മൾ ഇങ്ങനെ. പിന്നെ നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? ഈ ലിസ്റ്റ് ക്യാൻസൽ ആവല്ലേ. ലിസ്റ്റ് എത്ര വർഷം കഴിയുമ്പോൾ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത്? PSC ലിസ്റ്റ് 3 വർഷം. അപ്പോൾ നമ്മൾ വീണ്ടും പ്രാർത്ഥന, ഈ 3 വർഷത്തിനകത്ത് വെച്ച് ലിസ്റ്റ് എടുക്കണേ.
അതേ മനസ്സായിരിക്കണം. എവിടെങ്കിലും ഏതെങ്കിലും കോണിൽ ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ അറിഞ്ഞോ അറിയാതെയോ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈഷ്ണവനെയുമായിട്ട് സംസാരിക്കാനെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വരൂ, ഹരേ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ, ഈ 2 വാക്ക് മാത്രം മതി. ഇങ്ങനെയെങ്കിലും പറഞ്ഞ് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ആ ലിസ്റ്റ് എക്സ്പയറി ആവുന്നതിന് മുമ്പിട്ട് ഭഗവാന്റെ കളത്തിൽ കയറണം. അത് പിന്നെ ആരുടെ? നമ്മുടെ ദൗത്യമാണ്. നമ്മുടെ ദൗത്യമാണ്. ഇത്ര പേരെ എടുക്കുന്നുണ്ട്, ഇത്ര പേരെ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രാമത്തെ റാങ്ക് വന്നെങ്കിൽ അത് ആ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നതിന് മുമ്പിട്ട് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റുകയുള്ളൂ. ആ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നതിന് മുമ്പിട്ട് ജോലി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. അതിനനുസരിച്ചിരിക്കണം തയ്യാറെടുക്കണം. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. നമ്മൾ ശ്രേഷ്ഠമായ മറ്റൊരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ഇവിടെ പ്രാർത്ഥിക്കുന്നൊരു ഭാഗങ്ങളാണ്. ആർക്കും ഗസ് ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും എന്നുള്ളത്? എന്തോ യുദ്ധ സാഹചര്യം അത് തന്നെ, ഏത് ഭാഗങ്ങളാണ് ഞങ്ങളിവിടെ വായിക്കുന്നത് എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റും. ഇനി വായിക്കാനുള്ളതാണോ പ്രോജി പറയുന്നത്? അതെ തുടങ്ങുന്ന അതെ. കൃഷ്ണൻ ബലരാമന്മാർ വൃന്ദാവനവാസികളെ സന്ധിക്കുന്നത്. എന്തോ? കൃഷ്ണ ബലരാമന്മാർ വൃന്ദാവനവാസികളെ സന്ധിക്കുന്നത്. അതാണോ അടുത്ത അധ്യായം? അതെ, അതാണ് ഓ നമ്മളെ ശരിയാ. തുടങ്ങേണ്ടത്. ഓ അപ്പം അടുത്ത എന്ന് തുടങ്ങാം. തീർച്ചയായിട്ടും ഞാൻ വേറൊന്നാണ് തുടങ്ങാൻ ഉദ്ദേശിച്ചത്. കൃഷ്ണ ബലരാമന്മാർ വൃന്ദാവനവാസികളെ സന്ധിക്കുന്നു. വൃന്ദാവനവാസികളെ സന്ധിക്കുന്നു. ഓ വെരി ഗുഡ്. തീർച്ചയായിട്ടും നമ്മൾ മംഗളമായിട്ട് അടുത്ത ആഴ്ചത് തുടങ്ങും. മാധവി പറഞ്ഞത് വളരെ സന്തോഷം. നന്നായി. മറ്റു ഭാഗത്തിലേക്ക് പോകാനാണ് തുടങ്ങിയത്, മറ്റൊന്നുമല്ല. തെറ്റായി പോയ പ്രോജി. ഹരേ കൃഷ്ണ. മാധവി പറഞ്ഞേട്ടോ. അല്ലെ, ഇത് നമ്മള് ഉദ്ദേശിച്ചത് പറഞ്ഞത് വേറെയും പ്രഭുജി ഉദ്ദേശിച്ചത് വേറെ ഇതെല്ലാം ആയതുകൊണ്ട് ഒന്നുമില്ല. ഇതെല്ലാം ഷെഡ്യൂളാണ്. ആരുടെ ഷെഡ്യൂള്? ഗുരുവിന്റെ ഷെഡ്യൂൾ. വ്യാസാസനത്തിൽ ഇരിക്കുമ്പോൾ അത് ആ വ്യക്തിയല്ല സംസാരിക്കുന്നത്, അവരുടെ കഴിവുമല്ല സംസാരിക്കുന്നത്. ആ വ്യാസാസനം വിട്ടു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഓർമ്മയും കാണത്തില്ല. ഗുരുവിനെ ആശ്രയിച്ച് കഴിയുമ്പോൾ ആ ഗുരുവിന്റെ വാക്കങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കൂടി ആ പ്രഭു എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അടുത്ത ആഴ്ച പുതിയ അധ്യായത്തിലേക്ക് കടക്കണം എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചില്ല വ്യാസപൂജയായിട്ട്. അപ്പോൾ വീണ്ടും ഒരു റിമൈൻഡറാണ്. വ്യാസപൂജയായിരുന്നു അന്ന് വിഷയം. അതെ അതെ, റിമൈൻഡറാണ്. സന്തോഷം. അപ്പോൾ ഏതാ അധ്യായം അത് പറയുന്നത്? 82. ദശമസ്കന്ധം അല്ലേ? അതെ, ദശമസ്കന്ധം 4 82-ാം അധ്യായം. 82-ാമത്തെ അധ്യായം. ഓക്കെ, ശരി. നമ്മൾ പറയാൻ വന്നത് മറ്റൊന്നും അല്ലയുന്നില്ല, ഗജേന്ദ്രമോക്ഷമായിരുന്നു. എന്താ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ സാരാംശം? നമുക്കിന്ന് പറഞ്ഞു നിർത്താം, എന്നിട്ട് നമുക്ക് തുടങ്ങാം അടുത്ത ആഴ്ച മംഗളമായിട്ട്. ഹരേ കൃഷ്ണ. എല്ലാത്തിനും ഒരു നിയോഗമുണ്ട്. ഭഗവാൻ അതിന് ഷെഡ്യൂളുണ്ട്. അതെ അതെ, പറഞ്ഞേട്ടാ. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ എങ്ങനെ ഏത് മൂഡിലായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. നമ്മൾ ഏതൊരു മനസ്സുകൊണ്ടായിരിക്കും, വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ഒരു മനസ്സായിരിക്കണം നമുക്ക്. എന്താ ഗോപികമാരുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ജീവിതമായിരുന്നു.
രമ്യാ കാചിത് എല്ലാം ഉപാസന നല്ലതായിരുന്നു. വ്രജ വ്രജവധൂ വർഗേനയാ കൽപ്പിതാഹ. മഹാപ്രഭു പറഞ്ഞതാണ്. വ്രജത് ഭൂമിയിലെ വ്രജവാസികളുടെ മനസ്സ് എന്താണ്? ഭഗവാൻ വിട്ടുപോയതിനു ശേഷം അവരെല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷേ അവരുടെ മനസ്സ് എവിടെ ആയിരിക്കും? ഭഗവാനിലായിരിക്കും. ഭഗവാനിലായിരിക്കും. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ, അർച്ചവിഗ്രഹത്തെ കാണുമ്പോൾ, അർച്ചവിഗ്രഹത്തെ പ്രണമിക്കുമ്പോൾ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, നമ്മൾ പ്രഭാതകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നമ്മളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞ ആരെക്കുറിച്ചായിരിക്കണം നമ്മുടെ ചിന്തകൾ? ഭഗവാനെ കുറിച്ച് രോദനമായിരിക്കണം. ഹരേ, ഭഗവാൻ അർച്ചവിഗ്രഹം കാണുമ്പോൾ രോദനമായിരിക്കണം. കൃഷ്ണ, ഒന്ന് വരൂ, ഒന്ന് വരൂ, ഞങ്ങളുടെ അടുത്തേക്ക് വരൂ. ഈ മൂടായിരുന്നു വൃന്ദാവനത്തിൽ പിന്നെ ഗോപന്മാരുടെ എല്ലാം ഭഗവാൻ തിരിച്ചെത്തുന്നത് വരെ. ക്ഷേത്രത്തിൽ വെറുതെ പോയി തൊഴുകയല്ല വേണ്ടത്. അർച്ചവിഗ്രഹം കാണുമ്പോൾ കൃഷ്ണ, ഭഗവാനെ ഒന്ന് വരൂ, വരൂ, ഞങ്ങളെ രക്ഷിക്കൂ. ഇത് തന്നെയാണ് ഗജേന്ദ്രമോക്ഷത്തിലും കാണുന്നത്. ഒരു നിർണായകമായ ഒരു ഘട്ടത്തിൽ, എന്താ നിർണായകമായ ഘട്ടം എന്ന് പറയുന്നത്? രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്നുള്ളൊരു ഒരു വഴിയുമില്ല. ഒരു വഴിയുമില്ല. ആ കാലിൽ നിന്ന് രക്തം ഒലിക്കുക, വേദന മാത്രമല്ല, ആ സമുദ്രമേ മുഴുവൻ രക്തക്കടലായി മാറിക്കഴിഞ്ഞു. പ്രാണവേദന എടുത്തിരിക്കുകയാണ്. ഈ സംസാര സാഗരത്തിൽ നമുക്ക് പറ്റുന്നതും അത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മായയുടെ പിടിയിലാണ്, ക്ലേശങ്ങളുടെ പിടിയിലാണ്. ആ ക്ലേശങ്ങളെല്ലാം മായയുടെ രൂപത്തിൽ വരും. അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യം, അത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുമ്പോൾ മാത്രമേ ഭഗവാൻ ഭാഗ്യം എന്ന് പറയത്തുള്ളൂ. ഇപ്പൊ എല്ലാത്തിനും നമുക്ക് ഭഗവാന്റെ ഒരു സംബന്ധം ആവശ്യമാണ്. ആ സംബന്ധത്തിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ഒരു മെറ്റീരിയൽ എഡ്യൂക്കേഷൻ കൊണ്ടോ, സമ്പത്ത് കൊണ്ടോ, ഉന്നതികൾ കൊണ്ടോ, ഉന്നതമായ ബന്ധങ്ങൾ കൊണ്ടോ, ഭൗതികമായ ബന്ധങ്ങൾ കൊണ്ടോ സാധിക്കില്ല എന്നർത്ഥം. ഇടയ്ക്ക് ഒരു സ്ക്രീൻഷോട്ട്, ചെറിയ സിനിമാ കഥ പറയാമെന്ന് വിചാരിക്കരുത്, പക്ഷെ അതിനകത്ത് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം, പറഞ്ഞിട്ടുണ്ട് റൂ, ഇനി അത് പറയേണ്ടതെന്ന് പറയണം. ആ ഒരു കഥാപാത്രം സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് അപ്പം ആ കുടുംബത്തിലെ കാരണവർക്ക് ഇതിനെ നേരെ എതിരാണ്. യാതൊരു കാരണത്താലും ഇഷ്ടമില്ല. ഇന്ന് നന്നാവത്തില്ല എന്നുള്ള അനുഗ്രഹത്തോടെ അവൻ അവിടുന്ന് പോകുമ്പം അവനൊരു കാര്യം റിയലൈസ് ചെയ്യുന്നു, ഇത് വലിയ അത്ര നിസ്സാരമല്ല സിനിമയിൽ കയറുക എന്നുള്ളത്. അങ്ങനെ അവിടെ അവരുടെ എല്ലാം ചുരുക്കി പറഞ്ഞു എല്ലാ വേലകളും ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരു റീപ്ലേസ്മെൻറ്റ് വരാൻ ഏറ്റിരുന്ന ഒരാളിന് പകരമായിട്ട് ഇദ്ദേഹത്തെ, ഈ പയ്യനെ ആ റോള് കൊടുക്കുന്നത്. എല്ലാം ഫൈനൽ സ്റ്റേജ് എല്ലാം കഴിഞ്ഞു, ഇനി ജസ്റ്റ് അത് സീനിൽ വന്നാൽ മാത്രം മതി. അപ്പം അതുകൊണ്ട് വീട്ടുകാരെയും വിളിച്ച് കാണിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ആ ഒറിജിനൽ ആരെയാണോ ഷെഡ്യൂൾ ചെയ്തിരുന്നു അദ്ദേഹം വന്ന് പെട്ടെന്ന് ടേക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കഥയെല്ലാം മാറി തിരിഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ നിന്നെ പരിഗണിച്ചു, എല്ലാം ചെയ്തു വെച്ചു, പക്ഷേ അനിയ, എല്ലാത്തിനും ഒരു ഭാഗ്യം വേണം. ഭൗതികമായ പ്രസൻറ്റേഷൻ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കണത്
ചിന്തിക്കാനുണ്ട്. നാട്ടിൽ ഫ്ലെക്സ് വരെ അടിച്ച ഒരു പയ്യൻ. നമ്മുടെ മാത്രം പരിശ്രമം പോരാ. അവസാനത്തെ ആ ഒരു പെർമിഷൻ, സാങ്ഷൻ എന്ന് പറയുന്നത് എവിടുന്നാ വരുന്നത്? ആ ഭഗവാനിൽ ഭഗവാൻ. ഇതാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു സ്പിരിച്വലി പോകുന്ന ഒരു ഡിവോട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കും. അതേസമയം അന്ന് അവിടെ വേറൊരു രസം നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയെ നഖശികാന്തം എതിർത്തിരുന്നതും വെറുത്തിരുന്നതുമായ അവൻ്റെ അപ്പൂപ്പന് ഒരു ചാൻസ് വന്നപ്പോൾ എനിക്കെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് സിനിമയിൽ അഭിനയിച്ചു. അപ്പം ഇതെല്ലാം ഷെഡ്യൂള്. ഭഗവാനുമായിട്ട് കണക്ഷൻ നടക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പരിസമാപ്തി ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെടുന്നതും അതുതന്നെയാണ്. എന്താ? ഞാൻ പഠിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, ഇതെല്ലാം AI യുഗമാണ്. അപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിന് ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തിന് അമ്പലത്തിൽ പോകണം, എന്തിന് ക്ഷേത്രത്തിൽ പോകണം, എന്തിന് നാമം ജപിക്കണം? നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ പോരെ. പക്ഷേ ആ കുഞ്ഞല്ലെങ്കിൽ ആ വ്യക്തി അറിയുന്നില്ല, പൂർവികരുടെ ഫലമായിട്ടുള്ള ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഫലമായിട്ടാണ് ഞാൻ ഈ ജന്മത്തിൽ ഭൗതികമായി ഈ ഒരു സ്ഥിതിയിലെത്തിയതും ബൗദ്ധികമായിട്ട് ഞാൻ ഉന്നതി പ്രാപിച്ചിട്ടുള്ളതും ഭൗതിക വിദ്യാഭ്യാസത്താൽ. നമ്മൾ പറയാറില്ലേ, ഓ ഇവൻ്റെ മരിച്ചുപോയ അപ്പൂപ്പൻ്റെ ഒരു സ്വഭാവമാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടോ? അപ്പം പൂർവ്വജന്മമായിട്ട് എന്തോ ഒരു കണക്ഷൻ വന്നില്ലേ അവിടെ? ആണോ? അല്ലേ? ഒരു പ്രത്യക്ഷ ഉദാഹരണമാണോ? ആണല്ലേ? അപ്പോ ആത്മാവ് മരിക്കുന്നുണ്ടോ? ആത്മാവ് ഒരിക്കലും മരിക്കില്ല. അവിടെയാണ്. അപ്പൊ ഒരു കണക്ഷൻ, ഒരു ട്രാൻസ്മിഷൻ നടക്കുകയല്ലേ അന്നേരം? ആ ട്രാൻസ്മിഷൻ നടക്കുന്നത് കൊണ്ടല്ലേ പൂർവികരുടെ ഏതോ ഒരു സ്വഭാവം കിട്ടിയെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാവുന്നത്, ഇല്ലേ? അവർ റിയലൈസ് ചെയ്യല്ലേ? അപ്പം മേളിൽ നിന്ന് പെട്ടെന്ന് വന്നൊരു ജീവനാണോ? അല്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ അടുത്ത ജനറേഷൻ വരുമ്പം ഏത് രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ ജനറേഷന് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട ചുമതല നമുക്കുള്ളതല്ലേ? ആണോ? ഇത്രയും ചിന്തിച്ചാൽ മതി. കൂലങ്കുഷിതമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരാവശ്യമില്ല. ഇത്രയും ചിന്തിച്ചാൽ മതി. ഇതാണ് നമുക്ക് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട സന്ദേശം. നിനക്ക് എൻ്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് പൂർവികരുടെ സ്വഭാവം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മുൻപുള്ളതിൻ്റെ ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ബാക്കിപത്രമായിരിക്കും അടുത്ത ജനറേഷൻ വരുന്നത്. അറിഞ്ഞുകൊണ്ടൊരു പാതകം ചെയ്യരുത് കുഞ്ഞേ. മന്ത്രം ജപിക്കൂ, മന്ത്രം ജപിക്കൂ, നല്ലൊരു ജനതയെ സൃഷ്ടിക്കൂ എന്ന് പറയേണ്ടത്. അത് തന്നെയാണ് അർജുനൻ ഭഗവാന്റെ അടുത്ത് സംസാരിച്ചത്. എന്താ ശ്ലോകം വരുന്നത്? ഉദകക്രിയകൾ ചെയ്യാൻ, ലുപ്തപിണ്ഡോ ഉദകക്രിയകൾ ചെയ്യാൻ ആളില്ലാതെ വരത്തില്ലേ കൃഷ്ണ ഭഗവാനെ? അപ്പോൾ അവിടെ വീണ്ടും ഒരു ധർമ്മത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുകയാണ്. ധർമ്മത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യണം. ആത്മാവിൻ്റെ സഞ്ചാരമാണ്, അതിന് നല്ലൊരു ജനത വേണം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ലിവിങ് ടുഗദർ ഒന്നുമല്ല. ഇതൊക്കെ നമുക്ക് നിയമപരമായി കോടതിയിൽ വാദിച്ചെടുക്കാവുന്ന സംഭവങ്ങളാണ്. പക്ഷേ ആത്മീയമായി ഉന്നതി നേടിയിട്ടുള്ള വക്കീലന്മാർ നമുക്ക് കുറവാണെന്നുള്ളത് കൊണ്ടാണ്
അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ റൈറ്റിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് വിവാഹം ചെയ്യാം എന്ന് ഒരു യുവാവും യുവതിയും പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ റൈറ്റിനെ ഹനിക്കുന്നത് കൂടിയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ അധ്യായം പഠിക്കാനുണ്ടായിരുന്നു, ഓൺ ദ റൂൾ ഓഫ് ദ റോഡ്. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അല്ല രസമാണ്. പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, ശരി, വിട്ടേക്കാം. ഹരേ കൃഷ്ണ പ്രഭു, ഒരു സംശയം ചോദിച്ചോട്ടെ? പറഞ്ഞാട്ടോ. ചോദിച്ചോട്ടെ പ്രഭു. ഇപ്പം പൂർവികരുടെ സ്വഭാവം കിട്ടി എന്ന് പറയുന്നു. ഇപ്പൊ സ്വഭാവം രണ്ട് വ്യക്തികൾ, ആത്മാവിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ലല്ലോ. ഒരു ആത്മാവ് രണ്ടും രണ്ട് ആത്മാക്കളല്ലേ പ്രഭു? പക്ഷേ എങ്കിൽ സൂക്ഷ്മ ശരീരമായിട്ടുള്ള ബന്ധമാണോ അങ്ങനെ ആ സ്വഭാവത്തിലേക്ക് വരുന്നത്? മനസ്സിലായില്ല. ആത്മാവ് രണ്ട് ആത്മാക്കൾ. ഇപ്പം പൂർവികർ, ഇപ്പൊ മുത്തച്ഛന്റെ സ്വഭാവം എനിക്ക് കിട്ടിയെങ്കിൽ എന്റെ മുത്തച്ഛന്റെ ആത്മാവ് വേറെ, എന്റെ ആത്മാവ് വേറെ അല്ലേ? പക്ഷെ ഈ ആത്മാവ് എപ്പോഴും വ്യത്യസ്തമായിരിക്കില്ലേ ഒരു ആത്മാവിൽ നിന്ന് മറ്റൊരു ആത്മാവ്? പക്ഷെ എനിക്ക് സ്വഭാവം കിട്ടുന്നത് അത് ഏത് സൂക്ഷ്മ ശരീര ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണോ? അതെനിക്ക് മനസ്സിലായിട്ടില്ല പ്രഭു, ഒന്ന് പറഞ്ഞു തരാമോ? ഒന്നുകൂടെ, അതായത് രണ്ട് ആത്മാക്കളുടെ സ്വഭാവം എങ്ങനെയാ വരുന്നതെന്നുള്ളത് അല്ലേ? ആത്മാക്കൾക്ക് എന്തായാലും ആത്മാക്കൾ വ്യത്യസ്തമായിരിക്കും. ആത്മാവ് എപ്പോഴും സ്വതന്ത്രമാണ്. അത് രണ്ട് വ്യക്തികൾക്ക് രണ്ട് ആത്മാവ് തന്നെയായിരിക്കും. പക്ഷെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജന്മം എടുക്കുമ്പോൾ പ്രഹ്ലാദ ചരിതം ഓർമ്മിച്ചാട്ട് എന്താ? കവിരോപദേശം കിട്ടുന്ന അത് തന്നെ ഉപദേശം, അത് ആത്മാവ് സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിന്തകൾ, ബൗദ്ധികമായ ചിന്തകൾക്കനുസരിച്ചിട്ടാണ് അവിടെ ജനറേഷൻസ് രൂപം കൊള്ളുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളാണ് നമ്മുടെ ക്യാരക്ടർ മോൾഡ് ചെയ്ത് എടുക്കേണ്ടതെന്ന് അർത്ഥം. അപ്പം അതിനനുസരിച്ചിട്ടൊരു മോക്കപ്പ് ബോഡി ഭഗവാൻ ഈ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ളൊരു മോക്കപ്പ് ബോഡി ചെയ്തു വെക്കുകയാണ്. ആ മോക്കപ്പ് ബോഡിയിലാണ് ഈ ആത്മാവ് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ മോക്കപ്പ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് ആ മോക്കപ്പ് ബോഡി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കേടുപാടുകൾ സംഭവിക്കും. പക്ഷെ ആ കേടുപാടുകൾക്ക് ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ് അതിലിരിക്കുന്ന ആത്മാവ് നമുക്ക് തരുന്നത്, സ്പിരിച്വാലിറ്റി. ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയം മേ ഭിന്ന പ്രകൃതിരാഷ്ട്രത. അത് മസ്റ്റാണ്. അതുകൊണ്ട് ഈ ശരീരത്തിന് കേടുപാടുകൾ, വിഷമങ്ങൾ എല്ലാം സംഭവിക്കും. കാര്യം ഈ പഞ്ചമഹാഭൂതങ്ങളുടെ ആ സംയോജനം പൂർവകർമ്മത്തിൻ്റെ ഫലമായിട്ട് ബോഡി ചെയ്ത് വച്ചിരിക്കുക. എന്നിട്ട് ആ ശരീരത്തിന് ആ മോക്കപ്പ് ബോഡി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ ഫീച്ചറിലേക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനെ അവിടെ കൊണ്ടുവെക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് എഞ്ചിൻ അവിടെ കൊണ്ടുവെക്കുകയാണ്. ലൈലാൻഡിന്റെ എഞ്ചിൻ കൊണ്ടുവെക്കണമെന്ന് ലൈലാൻഡ് അനുസരിച്ചിട്ടൊരു ബോഡി അവിടെ കൊണ്ടുവെക്കുമ്പോഴാണ് ലൈലാൻഡ് എഞ്ചിൻ അവിടെ കൊണ്ടുവെക്കുന്നത്. അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കും. ഇനി അത് പുറത്ത് ലൈലാൻഡ് എന്ന് എഴുതിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് ലൈലാൻഡിന്റെ വണ്ടിയാണ്, ഇവൻ വോൾവോ എന്ന് വെറുതെ എഴുതിയിരിക്കുന്നതാണെന്ന്. മനസ്സിലാവത്തില്ല? ശരിയല്ലേ പറഞ്ഞത്? നീ എത്ര വോൾവോ എന്നോ മറ്റേ BMW എന്ന് എഴുതി കഴിഞ്ഞാലും നമുക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ അതിന്റെ ഓപ്പറേഷൻ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതൊന്നും അല്ല, ഇത് ഏതാ വണ്ടി, ഇത് വണ്ടി ലൈലാൻഡ് തന്നെയാണ്. മാറ്റാൻ പറ്റത്തില്ല. പിന്നെ അതിനെ സർവീസ് എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അവിടെയാണ് സർവീസ്, ഭക്തിയുത സേവനം. അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. ചെയ്തു നന്നാക്കുക. അതെനിക്ക് മനസ്സിലായോ? മനസ്സിലായി. കുടുംബത്തിലെ സംസാരങ്ങളുടെയും പ്രവർത്തികളുടെയും പ്രതിഫലനം അടുത്ത ജനറേഷനോട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. വേറെ ജനറ്റിക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് എൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്.
പ്രഭു, ഈ കുട്ടികൾക്ക് നല്ല സ്വഭാവം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി. അവർക്ക് വേണ്ടിയിട്ടും ജപിക്കണം, തീർച്ചയായിട്ടും. ആ തീർച്ചയായിട്ടും അവർക്ക് പ്രസാദം കൊടുക്കാൻ അവർക്ക് നിരന്തരം പ്രസാദം തന്നെ കൊടുക്കുക. വീട്ടിൽ പ്രസാദം നിവേദിച്ച് കൊടുക്കുക, ആഹാരം പ്രസാദമായിട്ട് തന്നെ കൊടുക്കുക. മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ പറയുന്നതിൻ്റെ കൂട്ട് മഹാമന്ത്രം ജപിക്കാൻ തോന്നുന്നതും തോന്നാത്തതും എല്ലാം നമ്മൾ ഒരിക്കലും പൂർണ്ണമായും അവരെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. പൂർവ്വജന്മങ്ങളുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇത്തിരിയൊക്കെ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് മനസ്സിലാക്കി ക്ഷമയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമ്മളിലാണ്. കാര്യം നമുക്ക് ഇതിനെപ്പറ്റി ജ്ഞാനം വന്നു കഴിഞ്ഞു. പശുവിന് പണ്ട് മരുന്ന് കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കുട്ടികൾക്കൊക്കെ ഈ മുളംകുഴലല്ലേ കൊടുക്കുന്നത്, ആണോ അല്ലേ? അതെ. അത് തുപ്പിക്കളയാതിരിക്കാൻ എന്തോ ചെയ്യും? എങ്ങനെയാ കൊടുക്കുന്നത്? അത് രണ്ടു ഇത് പിടിച്ചിട്ട് തൊണ്ടയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. കുറെ ഭാഗം. എന്തിനു വേണ്ടിയിട്ടാ? അസുഖം മാറാൻ വേണ്ടിയിട്ട് അല്ലേ? ഈ ഒരു ക്ഷമയും ഈ ഒരു എഫർട്ടും നമുക്കുണ്ടാവണം. ഉണ്ടായേ തീരൂ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഇവിടെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ കാര്യം. ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ കുളിക്കുമ്പോൾ ആലോചിച്ചതാണ് എന്താണ് പോകുന്നത്. അപ്പോൾ ഗജേന്ദ്രമോക്ഷം, അപ്പം ആ പ്രഭു പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നില്ല. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ അതിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഭഗവാന്റെ ദാസനാണ്. ഈ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത് ദുഃഖാലയം, അശാശ്വതം. ഒരിക്കലും നമുക്ക് നിദാനമായ ഒരു സുഖം ഈ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. അതിൽ നമുക്ക് ആവശ്യം വേണ്ടുന്ന ഒന്ന് ഭഗവാനുമായിട്ടുള്ള കണക്ഷനാണ്. ഭഗവത്ഗീത 18-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു നിർത്തുന്നതും അതാണ്. മൻ മനാഭവമത്ഭക്തോ മധ്യാജീമ നമസ്കുരു മാമി വൈഷസി സത്യന്തി പ്രതിജാനു പ്രിയോസിമേ. നീ എൻ്റെ ഭക്തനായിട്ട് തുടരൂ, എൻ്റെ പ്രിയനാവാൻ ശ്രമിക്കൂ. ആ പ്രിയനാവാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ, പ്രിയപ്പെട്ടവനാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ രക്ഷയുണ്ടാകും. എന്ന് മാത്രമല്ല, ഭഗവാന് മാത്രമേ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തുതേ രക്ഷ രക്ഷ മഹാബാഹു പാഹി പാഹി ദേവദേവ ജഗത്പതേ. ഒരു ജീവാത്മാവ് കേടുകയാണ്. ഭഗവാന് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കി എല്ലാവർക്കും അതിൻ്റെതായ പരിമിതികളുണ്ട്. പരിമിതികളില്ലാത്ത ഒരാൾക്ക് മാത്രമേ പരിമിതികളില്ലാത്ത ഒരു സംരക്ഷണം നമുക്ക് തരാൻ സാധിക്കത്തുള്ളൂ. അത് ആത്മാരാമനായിട്ടുള്ളത് മാത്രമേ. ആത്മാരാമച്ച മുനയു. ആരാ? സാക്ഷാ ശ്രീകൃഷ്ണ ഭഗവാൻ. ഹരേ കൃഷ്ണ. ഹിസ് ഗ്രേസ് ആദികർത്ത ഗോപാലദാസ് പ്രഭു ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. പറഞ്ഞാട്ടോ പ്രഭു. അപ്പോ ഞാന് പ്രഭു, ഇവിടെ ഒരു പൂജാരിയുടെ ഒരു കുറവുണ്ടായി.